നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായി ജന്തർ മന്ദിർ ഡൽഹിയിൽ കലാപകലുഷിതമായ യുദ്ധസമാനമായ സാഹചര്യമായി മാറിയിരിക്കുന്നു. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അതേക്കുറിച്ച് വാർത്തകൾ ചെയ്തിരിക്കുന്നു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഒരു പറ്റം യുവാക്കളാണ് ആദ്യം രംഗത്ത് വന്നത്. ഇതിൽ ഞങ്ങൾക്ക് നീതി കിട്ടണം, പരീക്ഷ ഇങ്ങനെ തോന്നിയ രീതിയിലായി കഴിഞ്ഞാൽ ഭാവി അവതാളത്തിലാകും, ഇരുട്ടിലാകും. പിന്നീട് നടത്തിയ നീറ്റ് പരീക്ഷ റദ്ദാക്കുക വരെ ചെയ്തു. അതോടുകൂടി നിരവധി കുട്ടികൾ ആത്മഹത്യയുടെ വക്കിലെത്തി, പലരും ആത്മഹത്യ ചെയ്തു. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആവശ്യം, ഈ കുട്ടികളുടെ ആവശ്യം. ഒന്ന് ആ ഒരു ആവശ്യം, പിന്നീട് മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് 1 കോടി രൂപ വച്ച് നഷ്ടപരിഹാരം കൊടുക്കുക. ഇതിൻ്റെ പേരിൽ എടുത്തിട്ടുള്ള എല്ലാ കേസുകളും എഴുതി തള്ളുക. ഇങ്ങനെ ചില ആവശ്യങ്ങളുമായാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഇത്തരത്തിലുള്ളൊരു സമരവുമായി മുന്നോട്ട് വരുന്നത്. എന്നാൽ ആദ്യ സമയത്തൊന്നും കേന്ദ്രത്തിലെ പ്രതിപക്ഷ കക്ഷികളാരും തന്നെ ഈ സമരത്തിൽ യാതൊരു തരത്തിലുള്ള അനുഭാവവും പ്രകടിപ്പിച്ചില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം സംഭവബഹുലമായ കാര്യങ്ങൾ ഡൽഹിയിൽ ജന്തർ മന്ദിറിന് ചുറ്റും അരങ്ങേറുന്നു. അവിടെ ടെൻറ്റ് കെട്ടി സമരം ചെയ്തിരുന്ന കുട്ടികളെ തലയ്ക്കടിച്ച് തല തല്ലിപ്പൊളിക്കുന്ന കാഴ്ചയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സമരം അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടെ 25 ദിവസമായി അവിടെ സാമൂഹ്യ പ്രവർത്തനായ വാങ് ചുക് സമരം കുട്ടികൾക്ക് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് സമരം ചെയ്യുന്നു. അദ്ദേഹത്തെ പോലീസ് ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് നീക്കുന്നു. അതിനെതിരെ കോടതി ഇടപെടുന്നു. വീണ്ടും അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം അദ്ദേഹത്തിന് താല്പര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റണം എന്ന് വിധി വരുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുടെയും എല്ലാം ഇടപെടലുണ്ടാകുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശനും ഇന്നലെ ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്ന കുട്ടികൾക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഡൽഹിയിലെ കല്യാൺ മാർഗിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിൽ ഏതാണ്ട് 3 മണിക്കൂർ നേരമാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പ്രതിഷേധം തീർത്തത്. ഒടുവിൽ പോലീസ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ച നാം കണ്ടു. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളും നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ മൂക്ക് പൊട്ടിയ, മൂക്കിൽ നിന്നും ചോര വരുന്ന രംഗമെല്ലാം നമ്മൾ കണ്ടു. അക്ഷരാർത്ഥത്തിൽ ഇത് ഒരു പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലേക്ക് മാറി, കലാപ ഭൂമിയായി ഡൽഹി മാറി. കോൺഗ്രസ് വളരെ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിരുന്നു എന്നാണ് ഒരു എളിയ മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം. എന്തായാലും BJP സർക്കാരിനെ, നരേന്ദ്രമോദി സർക്കാരിനെതിരെ എടുത്തു പ്രയോഗിക്കാൻ കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും വലിയൊരു ആയുധം, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു കാരണവശാലും ഭാവി പന്താടാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവുമായി രാഹുൽ ഗാന്ധി എത്തി. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 13 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഒരിക്കലും ഇത്തരം ഒരു കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ ഇതൊന്നും കൊണ്ടും CJP പ്രവർത്തകർ സമരത്തിൽ നിന്ന് പിന്മാറാൻ അവർ ഒരുക്കമല്ല. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ് അവർ ഉന്നയിക്കുന്നത്. 1 കോടി രൂപ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് കൊടുക്കണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് എതിരെ ഉണ്ടായിട്ടുള്ള ഈ അറസ്റ്റും കയ്യേറ്റവുമെല്ലാം ഒരു കാരണവശാലും നീതീകരിക്കത്തക്കതുമല്ല. എങ്ങനെയാണ് ശാരദിനെ നോക്കിക്കാണുന്നത്? വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു സൂചി കൊണ്ട് എടുക്കേണ്ട കാര്യം തൂമ്പ കൊണ്ടും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ പരിപൂർണ ഉത്തരവാദി നരേന്ദ്രമോദിയാണ് എന്ന് തീർത്ത് പറയാൻ പറ്റും. ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തിലുണ്ടാകുന്ന ഏത് സംഭവങ്ങൾക്കും അപ്പോൾ പ്രതികരിക്കുകയും ദേശീയതയുടെ പേരിൽ ഇന്ത്യയുടെ പേരും പ്രശസ്തിയും വാനോളം ഉയർത്തുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് ഇന്നേ വരെ കൃത്യമായി ഇടപെടാനോ പരിഹരിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അധികം നാണക്കേടാണ്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി പോരാട്ടം നടത്തിയ ഒരു സംഘടനയാണ് RSSഉം ജനസംഘവും. അന്നത്തെ ആ ജനസംഘം പിന്നീട് BJP ആയി. അന്ന് അവർ നടത്തിയ ധീരമായ പോരാട്ടം കൊണ്ടാണ് പിന്നീട് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ട അവസ്ഥ വന്നതും അടുത്ത ഭരണത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ പിടിച്ച് പുറത്താക്കാനുള്ള അവസരം ഒരുക്കിയതും കോൺഗ്രസ്സിന് ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അന്ന് ഉണ്ടായത്. ഇപ്പോൾ അഹങ്കാരത്തിൻ്റെ സീമ കടന്ന് അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലാണ് നരേന്ദ്രമോദി നിൽക്കുന്നത് എന്നുള്ള അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീറ്റ് പരീക്ഷയിലെ ഒരു പ്രശ്നം വന്നപ്പോൾ അതിന് സമരത്തിന് തയ്യാറായ ആരാവട്ടെ, ക്രോക്കഡൈൽ ജനതാ പാർട്ടി എന്ന് പറയുന്ന CJP
അവർ ഇത്തരത്തിലുള്ള അഹിംസാ തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് യാതൊരു അക്രമവും കാണിക്കാതെ അവർ നിരായുധരായി ഡൽഹിയിൽ സമരം തുടങ്ങി. പിന്നീട് സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിക്കുകയും ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ തന്നെ നരേന്ദ്രമോദി താഴേക്കിറങ്ങി വന്ന് അഹങ്കാരം വെടിഞ്ഞ് ജനങ്ങളുടെ ഒരാളായി ഇതെന്താണ് പ്രശ്നം എന്ന് പരിഹരിക്കാൻ ധർമ്മേന്ദ്ര പ്രസാദിനെ പറഞ്ഞയക്കേണ്ടതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. എന്നാൽ അങ്ങനെ ഒന്നും ചെയ്തില്ല. മാത്രമല്ല, പ്രശ്നം കത്തി അവസാനം ഈ മിനിഞ്ഞാന്ന് നടന്നത് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രതിഷേധ സമരമായിരുന്നു. ആരും ഒരു പാർട്ടിയുടെ പേരിൽ ഉണ്ടായതല്ല, ജനങ്ങൾ സ്വയം ഇറങ്ങിത്തിരിച്ചതാണ്. അനീതിക്കെതിരെ ശക്തമായ ഭാഷയിൽ ആണ് അവർ രംഗത്തിറങ്ങിയത്. യുവാക്കളാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഉണ്ടായിരുന്നത്, വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഇവർ സ്വയം സമരമേറ്റെടുത്തു, ഡൽഹി കിടന്നു വിറച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കേന്ദ്ര ഗവൺമെൻറ് ഇത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നില്ല, അതിനാരും വില വെച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് കൃത്യസമയത്ത് പരിഹരിക്കാൻ പറ്റാതെ അവസ്ഥയിൽ ഇപ്പോൾ അവർക്ക് ഇതുകൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. അവസാനം ഇപ്പോൾ ഇതാ കൃത്യസമയത്ത് തന്നെ ക്രൂരമായ രൂപത്തിൽ വിദ്യാർത്ഥികളെ, അതേപോലെ അവിടെ പങ്കുചേർന്ന ആളുകളെ പോലീസും CRPFും കൂടെ ഭയങ്കര ഭീകരമായി മർദ്ദിച്ചപ്പോൾ, അവരെ ലാത്തിചാർജ് ചെയ്ത് തലമണ്ട അടിച്ചു പൊളിച്ചപ്പോഴും, അവരെ തല്ലി തകർത്തപ്പോഴും, തകച്ചപ്പോഴും അത് ലോകം മുഴുവൻ കണ്ടു എന്നുള്ളതാണ് സത്യം. ഇത്രയും ലോകം കണ്ടിട്ടും അത് പരിഹരിക്കാതെ നിന്ന മോദിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ 3 സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാരടക്കം ഇന്ത്യയിലെ കോൺഗ്രസ് സമരത്തിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആ സമരത്തിലേക്ക് ഇറങ്ങിയതോടെ ഇന്ത്യ മുഴുവൻ ഇളകിയിരിക്കുന്നു. നമ്മൾ പിന്നിപ്പം കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ കിട്ടുന്ന രൂപത്തിലല്ല ഈ സമരം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ആളിപ്പടരും. അതായത് ഒരു ചെറിയ സംഭവത്തിൽ തീർക്കാവുന്ന ഒരു സംഭവത്തെ മൈൻഡ് ചെയ്യാതെ അഹങ്കാരവും ധിക്കാരവും കൊണ്ട് അങ്ങനെ നീട്ടി കൊണ്ടുപോയി ഇപ്പോൾ അവസാനം അവർക്ക് മുട്ടുമടക്കേണ്ട ഒരു ഗതികേടിലേക്ക്, തുറക്കേണ്ട അവസ്ഥയിലേക്ക്, മുട്ടുമടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്റിന്. ഇന്നലെ വരെ അവർ മിണ്ടാതിരുന്നു. ഈ CJP സമരത്തെ മൈൻഡ് ചെയ്തില്ല. അവർ സമരം നടത്തിക്കൂടെ, ആര് മൈൻഡ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഇന്നിപ്പോൾ നാഷണലായിട്ട് ഇൻ്റർനാഷണലായിട്ട് വലിയ വാർത്തയാണ്. കാരണം രാഹുൽ ഗാന്ധിയെ പിടിച്ചു വലിച്ച് അദ്ദേഹത്തിൻ്റെ മുഖം നിലത്തമർന്ന് ചോര വാർന്ന രംഗം ഇന്ത്യ മുഴുവൻ ഞെട്ടലോട് കൂടിയിട്ടാണ് കണ്ടത്. എന്താണോ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടന്നത് അതിനേക്കാൾ ഭീകരമായ ഒരവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ഭരണക്രമം പോകുന്നു. അതിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മാറുന്നു. ഇത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് BJPയുടെ അന്ത്യമാണ്. അഹങ്കാരത്തിനും അതേപോലെ ധിക്കാരത്തിനുമുള്ള അന്ത്യമാണ് വരാൻ പോകുന്നത്. ജനങ്ങൾ ഇളകിയിരിക്കുന്നു. BJPയുടെ ഭാഗത്ത് നിന്ന് ആളുകൾ പോലും ഈ സമരത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. വളരെ നീതിപരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ സമരം നടത്തുന്നത്. അവർ പറയുന്നത് എന്താണ്? ഈ നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ മന്ത്രി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം. 2, ആത്മഹത്യ ചെയ്ത നീറ്റ് പരീക്ഷയിൽ കൃത്യമായി പരീക്ഷ നടത്താത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ ബന്ധുക്കൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. അപ്പം ഇത് ന്യായമായൊരു കാര്യമാണ്. 1 കോടി രൂപ എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. ധർമ്മേന്ദ്ര പ്രസാദിനെ പോലെയുള്ള വിദ്യാഭ്യാസ മന്ത്രി ഇത് നടത്താൻ പറ്റില്ലെങ്കിൽ അദ്ദേഹം രാജിച്ചു പോകുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മോദിയാണ് മുൻകൈ എടുക്കേണ്ടത്. മോദി മുൻകൈ എടുക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിനുമായി അഹങ്കാരം കടന്നു പിടിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തെ അടിച്ചൊതുക്കാം എന്നുള്ളതാണ് അദ്ദേഹം കരുതുന്നത്. അത് വിഡ്ഢികളുടെ സ്വർഗത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഇത് ഇന്ത്യ മുഴുവൻ ആളിപ്പടരുകയാണ്. ഇന്നലെ വരെ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് താഴെ ആയിരുന്നെങ്കിൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇമേജ് ആകാശത്തോളം വളർന്നിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നരേന്ദ്രമോദി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അധികം താമസിയാതെ മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അദ്ദേഹം അറിയാതെയായിരിക്കും. അവസാനം ഒറ്റ ദിവസത്തിലധികം നിലംപതിക്കും. ഇത് തന്നെയാണ് കേരളത്തിലുണ്ടായത്. കേരളത്തിലെ പിണറായി വിജയൻ ഇതേപോലെ അഹങ്കാരവും ധിക്കാരവും കാണിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ 102 സീറ്റോടെ UDF അധികാരത്തിൽ വരികയും CPMനുള്ളിൽ വലിയ തോതിലുള്ള അട്ടിമറികളും തമ്മിലടിയും വർദ്ധിക്കുകയും ആശയ പോരാട്ടം തുടരുകയും അവസാനം പിണറായി വിജയൻ തന്നെ ആ പാർട്ടിയിൽ നിന്ന് പോകേണ്ട ഗതികേടിലേക്ക് എത്തിച്ചേരുന്നൊരവസ്ഥയും വന്നിരിക്കുന്നത്.
സാർ, ഇവിടെ മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന വലിയ ഭണ്ഡാരക്കൊള്ള മറച്ചു പിടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി BJPയുടെ തന്നെ തന്ത്രമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ CJPയെ രംഗത്തിറക്കി ഈ കേസുമായി ബന്ധപ്പെടുത്തി വലിയൊരു കലുഷിതമായ രംഗം സൃഷ്ടിച്ചിരിക്കുന്നത്. BJPയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുമെല്ലാം. അപ്പോൾ BJP തന്നെ നേരിട്ട് നോക്കി നടത്തുന്ന ഒരു ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ അവരുടേതെന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ഇത്രയും വലിയ കൊള്ള നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാർത്താ പ്രാധാന്യം മറച്ചു പിടിക്കുന്നതിന് വേണ്ടി CJP ഈ കുട്ടികളെ രംഗത്തിറക്കി ഇത്തരം ഒരു കളി കളിപ്പിക്കുന്നു എന്നുള്ളൊരു കിംവദന്തി കൂടി വരുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം ഇനിയും നമുക്ക് ബോധ്യമായിട്ടില്ല. അങ്ങനെയും ചില വാർത്തകൾ പരക്കുന്നുണ്ട്. അല്ല, അത് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതുപോലെയാണ് പല കാര്യങ്ങളും രാഷ്ട്രീയ നേതൃത്വം, കേന്ദ്ര നേതൃത്വമൊക്കെ നടത്താറുള്ളത്. പക്ഷേ അവിടെ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളും ഒരേപോലെ കത്തിപ്പടരാൻ പോവുകയാണ്. അഖിലേഷ് യാദവ് ഉണ്ടായിരുന്നു ഇന്നലെ ഡൽഹിയിൽ. അദ്ദേഹവും അടക്കം, അതേപോലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള DK ശിവകുമാർ അടക്കമുള്ള നേതാക്കന്മാരടക്കമാണ് അവിടെ വലിയ തോതിൽ അതിലേക്ക് ഏർപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത് നാഷണലായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. അതോടൊപ്പം അയോധ്യ പ്രശ്നവും അവിടെ SP-യുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അടുത്ത ഭരണം അവിടെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് വാർത്തകൾ വരികയാണ്. ഈ രണ്ട് ഇഷ്യൂയും കൂടെ കൂടിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും അത് BJP കണക്കൂട്ടിയ മാതിരി ആയിരിക്കില്ല കാര്യങ്ങൾ നീങ്ങുന്നത്. BJP എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് തിരിച്ചടിയായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. അത് വലിയ തോതിൽ ശക്തമായ രൂപത്തിൽ ഉണ്ടായിത്തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പോയി അവസാനം ഉത്തർപ്രദേശിലെ ഭരണവും നഷ്ടപ്പെടും, കേന്ദ്രത്തിലെ ഭരണവും നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത് ഒരു കേരളത്തിൻ്റെ ഡൽഹിയുടെ മാത്രമുള്ള ഒരു പ്രശ്നമല്ല, ഇത് ഇന്ത്യയുടെ മൊത്തം പ്രശ്നമാണ് ഈ നീറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന രംഗം ലോകം മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഇന്നേ വരെ ഇല്ലാത്തൊരു ഇമേജാണ് ഒറ്റ ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് വിനാശകാലെ വിപരീത ബുദ്ധി എന്നുള്ള രൂപത്തിൽ ഒറ്റയടിക്ക് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായ നേട്ടം ചെറുതല്ല. ഇന്നലെ വരെ രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ മിണ്ടാതിരുന്ന രാഹുൽ ഗാന്ധി ഡൽഹിയിൽ വളരെ ക്രൂരമായ രൂപത്തിൽ വിദ്യാർത്ഥികളെയും അതേപോലെ അവിടെയുള്ള പങ്കെടുത്ത ആളുകളെയും പോലീസ് ആക്രമിച്ച് അവരെ തല തല്ലി പൊളിക്കുമ്പോൾ അത് നോക്കി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു അവസരം കിട്ടി കൃത്യസമയത്ത് ഉപയോഗിച്ചു. അവർക്ക് വേണമെങ്കിൽ സോനം വാങ്ചുക്കിൻ്റെ നിരാഹാര സമരം മുതൽ അവർക്ക് ഏർപ്പെടാമായിരുന്നു. അതും അവർ അത്രമാത്രം ശക്തമായിട്ടില്ല എന്ന് മനസ്സിലാക്കി അവർക്ക് ഏറ്റവും കത്തിപ്പടർന്ന് നിൽക്കുന്ന ഒരു അവസരത്തിലേക്ക് കാത്തിരുന്ന പോലെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വലിയൊരു സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് അവർ ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. അത് ചെറുതല്ല അവർക്ക് ഉണ്ടാകാൻ പോകുന്ന BJPക്ക് ഉണ്ടാകുന്ന നഷ്ടം. മാത്രമല്ല, അയോധ്യ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് വടക്കേ ഇന്ത്യ ഒറ്റക്കെട്ടായി BJPയെ കൈവിടും. അങ്ങനെ BJP ഇന്ത്യ മുഴുവൻ ഒറ്റപ്പെടുന്നതിൻ്റെ കൃത്യമായ തെളിവാണ്, കാര്യങ്ങളാണ്, സാഹചര്യങ്ങളാണ് ഇപ്പോൾ മോദി തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളർന്നതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് സ്കൂളുകളിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഠനകാലത്തോ ഒന്നും ഇത്രത്തോളം പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികൾക്ക് നേരിട്ടിട്ടുള്ള ഈ പ്രശ്നത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഒരു സമരനായകൻ്റെ പരിവേഷം അണിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുത കൂടിയല്ല. അതുപോലെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ട് പല സമരങ്ങളിലും പങ്കെടുക്കാൻ ഇതൊരു അവസരം കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം വളർന്ന രീതി അതുകൊണ്ടാണ്. അത് കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കൊലപാതകത്തിന് ശേഷം അദ്ദേഹത്തെ വളരെ ശ്രദ്ധിച്ചിട്ടാണ്, സുരക്ഷാ സന്നാഹത്തിലാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലാണ് രണ്ടുപേരെയും പഠിപ്പിച്ചിട്ടുള്ളത്. ആ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു പോറൽ ഏൽക്കാതെ നോക്കേണ്ടത് സോണിയാഗാന്ധിയുടെ ഉത്തരവാദിത്തമായിരുന്നു. അതുകൊണ്ട് തന്നെ സമരങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അദ്ദേഹം കൃത്യമായി നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്നു. ഒറ്റയടിക്ക് രാഹുൽ ഗാന്ധിയുടെ ഇമേജ്, സമരമുഖത്തെ ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ചെറുതായ നേട്ടമല്ല. നമുക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടി എത്രയോ കാലമായി ഇന്ത്യയിലുണ്ടായിട്ട് എന്നാൽ ഇത്തരത്തിലുള്ള സമരം നടത്താൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ഒരു സംഘടനാ ശേഷിയും ഇല്ലാത്ത ഒരൊറ്റ ആളുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച സമരമാണ് ഈ നീറ്റ് പരീക്ഷയ്ക്കെതിരെയുള്ള ഗവൺമെൻറ്റിനെതിരെയുള്ള സമരം. അത് ഇത്രത്തോളം വ്യാപിച്ച് സോഷ്യൽ മീഡിയയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് അത് വളർന്നു വന്നിച്ച് ഇന്ത്യ മുഴുവൻ ആളിപ്പത്തുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ ആളിക്കത്തുന്ന സമരത്തിലേക്ക് മാറി. നരേന്ദ്രമോദിയുടെ ഇമേജ് ഒറ്റയടിക്ക് താഴേക്കാണ് പതിച്ചതെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് ഒറ്റയടിക്ക് വർദ്ധിച്ചിരിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ട മറ്റൊരു മുഖം
അദ്ദേഹമുണ്ട്, ആരാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വിവാദ നായകനായി മാറിയ KC വേണുഗോപാൽ, ഇന്നലെ VD സതീഷ് അടക്കം. പ്രിയങ്ക ഗാന്ധിയുടെ പങ്കും മറന്നു പോകരുത്. അവരെ ഇന്നലെ ഡൽഹിക്ക് പുറത്തുള്ള മന്ത്രിമാർക്ക് പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയത് ഈ പ്രതിഷേധത്തിന്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ നമ്മളൊരു പേര് കേരളക്കാർ മറക്കരുത്. കേരളത്തിൽ അട്ടിമറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ച നമ്മുടെ വേണുഗോപാൽ ഇപ്പോൾ കൃത്യമായ പാതയിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഡൽഹിയിലുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഡൽഹി ഇപ്പോൾ അനുകൂല സാഹചര്യമാണ്. അത് ശരിക്കും പ്രവർത്തിച്ചാൽ കൃത്യമായി ഡൽഹി അദ്ദേഹത്തിന് ഇവിടെ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടാണ് ഇവിടെ കേരള ഭരണം കിട്ടിയെന്നൊക്കെയുള്ള പ്രചരണം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് നാഷണലായി പ്രവർത്തിക്കേണ്ട ആളാണ് എന്നാണ് നമ്മളൊക്കെ വിലയിരുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് കൃത്യമായ അവസരം കിട്ടിയിരിക്കുകയാണ്. ഇന്നലത്തെ സമരത്തിൽ അദ്ദേഹവും ശക്തമായ രൂപത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹവും ഇതേപോലെ ആ കാര്യത്തിലൊക്കെ ഇടപെട്ട് ശക്തമായി ഈ സമരം മുന്നോട്ട് നയിക്കുക മാത്രമല്ല, അതോടൊപ്പം അയോധ്യ പ്രശ്നത്തിലും ഇടപെട്ട് ഭരണം കോൺഗ്രസിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള ആവനാഴിയിലെ എല്ലാ അമ്പും എടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരട്ടെ. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. ഇന്നലെ VD സതീശനും ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹവും പിന്നോട്ട് മാറിയിട്ടില്ല. ഒരു പ്രശ്നം വന്നപ്പോൾ രാഹുൽ ഗാന്ധിയോടൊപ്പം അദ്ദേഹവും ഡൽഹിയിൽ ചെന്ന് സമരത്തിന് തയ്യാറായി എന്നുള്ളതാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം.